ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിത് നിങ്ങളോട് നമ്മുടെ ബഹ്റൈൻ ലൈസൻസ് എക്സാമിനെ പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബഹ്റൈൻ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ടും പാസ്സായിരിക്കേണ്ട ഒരു എക്സാമാണ് NHRA എക്സാം എന്ന് പറയുന്നത്. അതായത് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ എക്സാം. ഈ NHRA എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കൊരു ലൈസൻസ്ഡ് രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ ലൈസൻസ് ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് ടൈം NHRA എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. അതായത് ഇതിൻ്റെ സ്കോർസ് എങ്ങനെയാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിതിന് അപ്ലോഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമുക്കിത് എത്ര വർഷത്തേക്കാണ് വാലിഡായിട്ട് കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാനൊക്കെ ബഹ്റൈനിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ, അതായത് ഞാൻ 2018 ചെല്ലുന്നത്. 2018 എൻഡോടുകൂടിയാണ് ഞാൻ അവിടെ എത്തുന്നത്. ആ സമയത്ത് എക്സാമിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 5 വർഷത്തിന് മുകളിലോട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സാം എഴുതാതെ തന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു. എന്നാൽ എന്നെപ്പോലെ 5 ഇയേഴ്സിന് താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് റിക്വയർഡ് ആയിട്ടും എക്സാം എഴുതണമായിരുന്നു. എന്നാൽ ഇപ്പോൾ റൂള് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എക്സാം മാൻഡേറ്ററി ആയിട്ട് എഴുതണം. റിഗാർഡ്ലെസ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാവരും എക്സാം മാൻഡേറ്ററി ആയിട്ട് എഴുതണം എന്ന് ഒരു റൂൾ NHRA കൊണ്ടുവന്നു. NHRA ലൈസൻസ് എക്സാമിന് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ NHRA പോർട്ടലിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ജോബ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ട്രാൻസ്ക്രിപ്റ്റ്, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിരിക്കണം. കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് CPR, അപ്ഡേറ്റഡ് CV, 2 ഫോട്ടോസ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കണം. ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ ഇതിൻ്റെ സ്കോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മിനിമം റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത് 60% ആൻഡ് എബോവ് ആണ്. നമുക്ക് 60%-ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ NHRA എക്സാം പാസ്സാകുകയുള്ളൂ. ഏതൊരു പ്രോമട്രിയും പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് NHRAയിലും ചോദിക്കുന്നത്. അതിന് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നിരിക്കും. നമ്മൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. നമുക്ക് സെൻറ്റേഴ്സ് അലോട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ സെൻറ്ററിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തുകയും, അതായത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും, നമ്മുടെ എക്സാം ടൈമിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണ്. നമ്മൾ എക്സാം സെൻറ്ററിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളെന്തെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ അതെല്ലാം അവർ നോക്കും. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണ്, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ലോക്കറിൽ നമ്മൾ അത് ലോക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് എക്സാം സെൻറ്ററിലോട്ട് എൻട്രി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സീറ്റിൽ നമ്മൾ ഇരിക്കേണ്ടതും നമ്മൾ CCTV ഗൈഡൻസിലായിരിക്കും ഉണ്ടായിരുന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ നീറ്റായിട്ട് വേണം ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ എക്സാം എഴുതാനും. എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കോർ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ പാസ്സാണോ നമ്മൾ ഫെയിലാണോ എന്നുള്ളത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ 60% ആൻഡ് എബോവ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സാം പാസ്സായി എന്നാണ് അതിനർത്ഥം. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതിന് എത്ര അറ്റംപ്റ്റ്സ് ആണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത്. യൂഷ്വലി NHRA റൂൾ അനുസരിച്ച് നമുക്ക് മാക്സിമം 4 അറ്റംപ്റ്റ് ആണ് വിത്തിൻ 3 ഇയറിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നത്. ഈ 3 ഇയറിനുള്ളിൽ നമ്മൾ 4 അറ്റംപ്റ്റ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നമ്മൾ ഈ 4th അറ്റംപ്റ്റിലും ഫെയിൽ ആകുകയാണെങ്കിൽ നമുക്കൊരു 6 മന്ത് റീട്രെയിനിങ് തരുന്നതായിരിക്കും. അത് അക്കോർഡിംഗ് ടു ദി ഹോസ്പിറ്റൽ പോളിസി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പോളിസി അനുസരിച്ചിരിക്കും. 6 മന്ത് റീട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രൂഫും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ ഈ ട്രെയിനിങ് എടുത്തു എന്നുള്ളതിൻ്റെ. അതിനുശേഷം നമ്മൾ വീണ്ടും NHRA എക്സാം നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ സാധിക്കും. അതും 2 more അറ്റംപ്റ്റ്സ് മാത്രമേ വീണ്ടും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും വിത്തിൻ 2 ഇയറിനുള്ളിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോമെട്രിക് എക്സാമിൻ്റെ ക്ലാസ്സസ് നാട്ടിൽ നിന്ന് പല അക്കാഡമീസിലും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അറ്റൻഡ് ചെയ്ത് വരുന്നവരുണ്ട്. അവർക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആരും ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടല്ല പോയത്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അവിടെ ഓൾറെഡി എക്സാം എഴുതിയവരിൽ നിന്നും എക്സാമിൻ്റെ മെറ്റീരിയൽസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട്, അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കുറേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു 60% സ്കോർ ചെയ്യാനുള്ളത് നമുക്ക് കിട്ടും. നമ്മൾ മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ
നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് വളരെ ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ടഫ് എക്സാം തന്നെയാണ്. ചില സമയത്ത് അവർ കൂടുതലും കാൽക്കുലേഷൻസ് രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, റിസർച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പാസ്സാകാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ബഹ്റിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ല ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എക്സാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ബഹ്റിനിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കവിടെ ചെല്ലുമ്പോൾ ഈസി ആയിരിക്കും. നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് ഡേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം എഴുതാൻ കഴിയും. നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അഥവാ NHRAയ്ക്ക് ഒരു പ്രത്യേക പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷമാണ് നമ്മുടെ എല്ലാ ഫോംസും നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കുന്നത്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സിസ്റ്റമാണ് ഇതിന് വേണ്ടിയിട്ട് ഉള്ളത്. എക്സാം എഴുതിയതിന് ശേഷം ഇത് നമുക്ക് 1 ഇയറിലേക്കാണ് നമുക്ക് വാലിഡ് ആയിട്ട് കിട്ടുന്നത്. ഈ 1 ഇയറിന് ശേഷം വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CPD അവേഴ്സ് ആവശ്യമാണ്. അതായത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള CPD അവേഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വർഷാവർഷം റിന്യൂ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അത് പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ?
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.